പിന്നെ നമ്മള് നൈസായിട്ടൊന്ന് കാറ് മാറ്റിയായിരുന്നു കേട്ടോ. അയ്യോ ചേച്ചി ഏത് കഥയാ പറഞ്ഞ ഇപ്പൊ? ഇട്ടോ ഇട്ടോ ആ ഇവള് പറഞ്ഞു കേട്ടോ, ഇവള് പഠിക്കുന്ന കേട്ടോ. എന്നിട്ട് പിന്നെ മറ്റേ പാട്ട് തന്നെ ഇങ്ങനെ എന്തോ ഒരു നേപ്പാളി ഭാഷ പോലൊന്ന് പാട്ട് പാടിയില്ലെന്ന്. ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് പൊക്കത്തി വെച്ചിട്ട് എന്താ വെള്ളം പഠിച്ച് അതേത് ഭാഷയാ? അത് നേപ്പാളിയും പഠിപ്പിക്കുന്നുണ്ട് സ്കൂളിൽ. അമ്പലി ടീച്ചർ പഠിപ്പിക്കുന്നതാണ്. ആ അമ്പലി മാമന്റെ പാട്ടപ്പ ആര് പഠിപ്പിച്ച? കുമ്പളങ്ങയുടെ പാട്ട്. അത് കൊള്ളാം കേട്ടോ, അന്ന് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. വേറെ വല്ലതും ഉണ്ടോ കയ്യിൽ ഐറ്റം? മറ്റേ 1 2 3 11 തൊട്ടങ്ങോട്ട് 20 വരെ ഒന്ന് പറഞ്ഞു നോക്കട്ടെ. 1 ആ 2 ആ പെട്ടെന്നോടൊന്ന് സ്പീഡിൽ പറ. ആ ആ ആ ആ ആ ആ ആ 11 ആ ആ ആ ആ 15 16 17 8 9 20. Oh, good girl. ഒരാളും കൂടെ വരുന്നുണ്ട് കേട്ടോ, ഒരു കുഞ്ഞക്കൈയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ അത് കെട്ടാവേ, ഞാൻ അത് കെട്ടിത്തരാവേ. ഇവിടെ നല്ല കൊച്ചായിട്ട് ഇരുന്നോണം കേട്ടോ. കുഞ്ചമ്മ ആറ്റുത്തി ആയിരിക്കുമ്പോ കേട്ടോ. നാളെ കുഞ്ചമ്മ പോവല്ലേ? കഴിഞ്ഞ അമ്മ കെട്ടിത്തരാൻ മോനെ. കുഞ്ഞാന്ന് കെട്ടിക്കൊടുത്തു കുഞ്ഞ്. അച്ഛൻ പൊത്തില്ലോ എന്നാ പഠിപ്പിക്കാൻ. ആ പഠിപ്പിക്കാം. ഇച്ചിരി പൊക്കത്തിലോ? 8 അടി പൊക്കത്തിലോ? അയ്യോ അയ്യോ, ഞാൻ ഇത്ര വിചാരിച്ചത് നേപ്പാളി പാട്ട്. അയ്യോ
ഇങ്ങേ പൊക്കം ബാവുമ്പോ അങ്ങേ പൊക്കം ബാവുമ്പോ അയ്യോ പപ്പൂസ് നന്നായിട്ട് കറക്റ്റ് ആയിട്ടൊന്ന് പഠിക്കേ. ഗ്രാമത്തിൽ വേണ്ടി കെട്ടടി പൊക്കത്തില്ലോ അങ്ങേ പൊക്കം ബാവുമ്പോ ഇങ്ങേ പൊക്കം ബാവുമ്പോ. ഇതിന്റെ കളി കാണണം. ഇത് അറ്റൻഷന് വേണ്ടിയിട്ട് ഇത് എന്തെല്ലാം കാണിക്കുന്നറിയോ? മോമീന് ഇച്ചിരി പോലും ഇത് ഇവിടെ സമ്മതിക്കത്തില്ല. ഇവിടെ ആരാ മോളെന്നറിയോ? ഉഞ്ചു. ഇതുവരെ കഴിഞ്ഞ ദിവസത്തെ ഇതുവരെ കഴിഞ്ഞില്ല കേട്ടോ. അയ്യോ ഞാനില്ല, അത് കളി നിർത്തി. അയ്യോ എന്റെ അമ്മേ, ഞാൻ വല്ലതും കഴിക്കാൻ പോവാം. ഞങ്ങള് പോവാ. ബൈ, സീ യു. രണ്ട് ഇവിടെ തന്നെ ഇരുന്നോ കേട്ടോ. രണ്ട് ഇവിടെ തന്നെ ഇരുന്നോ കേട്ടോ. എന്തോ എന്നോടോ എന്തോ എന്തോ എന്നെ മോൻ എന്തോ 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 ആഹാ ഇമാതിരി പരിപാടിയൊക്കെ എവിടുന്ന് പഠിക്കുന്നതാണ്? എന്തോ എന്നാടാ പൂച്ചക്കുട്ടിയായില്ലേ നമ്മുടെ കൊച്ച്? ഞങ്ങളുടെ കൂട്ട് പൂച്ചയായി. പൂച്ച പേര് പൂച്ചേനില്ല, എച്ചു പൂച്ച. അപ്പൊ എല്ലാരും ആമിക്കുട്ടന്റെ പാട്ട് കേട്ടല്ലോ അല്ലേ? വേണം വേണം. ഓക്കെ ശരി. അച്ഛൻ സംസാരിച്ചോട്ടെ. ഓക്കെ, എല്ലാരും കണ്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ട്രാൻസ്ലേറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ ആവശ്യം വന്നേനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിട്ട്. കാരണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണമെന്ന് പറ. എന്റെ പാട്ട് കഥയും നമ്മള് ഇത്തിരി തിരക്കിലായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാത്തത്. മൊത്തം ഒന്ന് എന്താ ക്ലീനിങ് ഒക്കെ ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. അതാണ് വാക്കുമല്ല അവിടെ ഇരിക്കുന്നത്. പിന്നെ നമ്മള് ക്ലീനിങ് ചെയ്യുക. പിന്നെ നമ്മള് നൈസായിട്ടൊന്ന് കാർ മാറ്റിയായിരുന്നു കേട്ടോ. നമ്മുടെ വൈറ്റ് കാർ ആക്കിയിട്ടുണ്ട്. ടാറ്റയുടെ ടിയാഗോ ആക്കിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കാർ. അപ്പം ചിറ്റാമ്മയുടെ കാര്യം എല്ലാവരും ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കമൻസ് എല്ലാം കാണുന്നുണ്ട്, പക്ഷെ എനിക്ക് സമയം കിട്ടുന്നില്ല ഒന്ന് റിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം കോട്ടയം പോവും തിരിച്ചു വരും, കോട്ടയം പോവും തിരിച്ചു വരും. ഇത് തന്നെയായിരുന്നു ഞങ്ങളുടെ കുറേ ദിവസത്തെ റൊട്ടീൻ എന്ന് പറഞ്ഞാൽ. ഡെയിലി നമുക്ക് അപ്പം ഒട്ടും സമയമില്ല. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഷോർട്സ് നമ്മൾ രാത്രി 2 മണി 3 മണിക്ക് ചെയ്ത് ഷെഡ്യൂള് ഞായറാഴ്ച ചെയ്ത് വെച്ച ഇതുവരെ ഇന്ന് ഈ വീഡിയോ വരുന്ന സമയം വരെ നിങ്ങൾ കണ്ടേക്കുന്ന ഷോർട്സ് ഞായറാഴ്ച വൈകിട്ട് രാത്രി ഏകദേശം 2 മണിയൊക്കെ ചെയ്ത വീഡിയോസ് ഒക്കെ ഉണ്ട്. കാരണം നമുക്ക് കറക്റ്റായിട്ട് ഷോർട്സ് ആ ടൈമിൽ വരണമെന്നൊരു ആഗ്രഹമുള്ളതുകൊണ്ട് ഇട്ടാണ്. കാരണം മെയിൻ വീഡിയോ വന്നില്ലേലും നമ്മൾ അവിടെ ഉണ്ടല്ലോ, സേഫ് ആയിട്ടുണ്ടല്ലോ എന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടൊരു ഇതൂടെയാണ് ഷോർട്സ് ഇടുന്നത്. പിന്നെ ഒരു സന്തോഷമാണ് അതിൻ്റെ ലൈക്ക് കമന്റ് ഒക്കെ കാണുമ്പോഴത്തേക്കും നമുക്കൊരു ഭയങ്കര സന്തോഷമാണ് അല്ലേ. പിന്നെ നമുക്ക് ഇപ്പം മൊത്തത്തിൽ ഇങ്ങനെ ഒരു എന്താ ടൈം ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഓടി നടക്കുവാണ്. കാർ നമ്മുടെ അല്ല കേട്ടോ, നമ്മൾ മേടിച്ച കാറല്ല. പക്ഷേ ഇത് നമ്മുടെ തന്നെ കാറാണ്. കാരണം അച്ചുവിൻ്റെ കാറാണ്, അതായത് വാവച്ചിയുടെ അച്ചുവിൻ്റെ കാറാണ് കേട്ടോ. നമ്മുടെ കാറിന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് ലേസിയുടെ കംപ്ലൈൻറ്റ് ഉണ്ടെന്ന്. അപ്പോൾ ഒരാഴ്ചയോളം നമ്മൾ വണ്ടി മാറ്റിയിടേണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ അച്ചു ഇങ്ങോട്ട് തന്നെ പറഞ്ഞു. അപ്പോൾ ആ വണ്ടി ചുമ്മാ എടുക്കുവാണ്, അപ്പം എടുത്ത് ഓടിച്ചോളെന്ന് പറഞ്ഞു. അതായത് ഹോസ്പിറ്റൽ കേസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇത് എടുത്തോളാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് കൊണ്ട് തന്നു, ഇവിടെ കൊണ്ടുവന്നു. അച്ചു പുറത്തിരുന്ന് ചേട്ടനെയും കൊണ്ട് ഇവിടെ എത്തിച്ചു തന്നു കേട്ടോ. അപ്പോൾ നമുക്ക് 1 വീക്കോളം ഇനിയിപ്പോൾ ഈ വണ്ടിയാണ്, സൂപ്പർ വണ്ടിയാണ് കേട്ടോ. നമ്മൾ പൊന്നു പോലെ നമ്മൾ കൊണ്ട് നടക്കണം. ഇപ്പോൾ രാവിലെ വാഷ് ചെയ്തിട്ട് കുഞ്ചത് വാഷ് ചെയ്ത് അപ്പോൾ ഞാൻ അകത്ത് തുടച്ച്. ഇനി ഇവിടെ ചേട്ടൻ ഇപ്പം വേസ്മേടൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. വേറെ ഒന്നും അല്ല, നാളെ കുറച്ച് സ്പെഷ്യൽ അതിഥികൾ ഇങ്ങോട്ട് വരുന്നുണ്ട്, ദൂരേന്ന് വരുന്നുണ്ട്. ആരാന്നും പറയുന്നില്ല, അതെ ആരാന്നും പറയുന്നില്ല ഇപ്പം. അപ്പം പിന്നെ ചിറ്റാമ്മയുടെ കാര്യം ചോദിക്കുന്നവരോട്, ചിറ്റാമ്മയുടെ സർജറി ഇതുവരെ ചെയ്തിട്ടില്ല. ഇപ്പം മൊത്തം ഇപ്പം 42ഓളം ടെസ്റ്റുകൾ ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രായമായതുകൊണ്ട് ചിറ്റാമ്മയ്ക്ക് ഒരു ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു വാല്യൂ വ്യത്യാസം ഉള്ളപ്പോൾ അടുത്ത ടെസ്റ്റ് 2 3 അങ്ങനെ എഴുതി തരുന്നു.
പിന്നെ അതിന്റെ അത് വീണ്ടും ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തത് നാളെ കിട്ടുള്ളൂ. ഒരു ടെസ്റ്റ് എന്നാന്ന് വെച്ചാൽ നമ്മൾ ഒരു ഡോക്ടറെ കണ്ടിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും അടുത്ത ഡോക്ടറിന്റെ OP സമയം തീരും. അപ്പൊ ആ ഡോക്ടർ പിന്നെ 2 ദിവസം കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ അപ്പൊ അങ്ങനെ ഒരു ദിവസം നമ്മൾ അപ്പൊ 3 ഡോക്ടർമാരെ കാണേണ്ട കാര്യമുണ്ട്. അപ്പൊ ആ സമയത്ത് ഡോക്ടറും പിന്നെ നമ്മൾ പിറ്റേ ദിവസത്തേക്ക് മാറി വെക്കും. അങ്ങനെ 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 മാറി 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 ഇപ്പൊ ഇന്നലെ വരെ പോയേക്കുന്നു. ഇനിയിപ്പോ നാളെ രാവിലെ പോകണം. നാളെ ഇനി കൺഫേം ആകുമെന്ന് അറിയത്തില്ല, എപ്പോഴാണ് സർജറി ഡേറ്റ് പറയുന്നതെന്ന് അറിയത്തില്ല. ചിറ്റാമ്മ ഇപ്പൊ ഇച്ചിരി വേദന ഇപ്പൊ 2 ദിവസമായിട്ട് ഇത്തിരി കുറവുണ്ട്. അത് കഴിഞ്ഞ ദിവസമൊക്കെ കാണുന്ന ഉരുളുമായിരുന്നു. അയ്യോ എന്റെ പൊന്നെ ഓരോ വേദനയായിരുന്നു. അതെ, അപ്പം സർജറി ഡേറ്റ് ഇതുവരെ പറഞ്ഞിട്ടില്ല. 2 ദിവസത്തിനുള്ളിൽ ഡേറ്റ് പറഞ്ഞതിന് ശേഷം തലേദിവസം പോയി അഡ്മിറ്റ് ചെയ്തതാണ്. ഞാൻ തിങ്കളാഴ്ച എല്ലാം പാക്ക് ചെയ്ത് വണ്ടിക്കകത്തെല്ലാം വെച്ചായിരുന്നു. അപ്പൊ നമ്മൾ ഇന്നലെ ചെന്നപ്പോഴും പറഞ്ഞു ഇനിയിപ്പോ 2 ടെസ്റ്റ് കൂടെ ഇന്ന് എഴുതി തന്നിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് നാളെ കിട്ടത്തുള്ളൂ. അപ്പൊ നാളെ ചെല്ലുമ്പോഴേ ബാക്കി കാര്യങ്ങൾ അറിയത്തുള്ളൂ. ചിറ്റാമ്മ ഹാപ്പി ആയിട്ടിരിക്കുന്നു കേട്ടോ, അകത്തോടെ എല്ലാം നടപ്പുണ്ട്. ചിറ്റാമ്മ ഇപ്പൊ ഭയങ്കര ഹാപ്പിയിലാണ്. നാളെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും കേട്ടോ എന്താണെന്ന്. പിന്നെ വെള്ളിയാഴ്ച അഞ്ചിന്റെ ആനുവൽ ഡേ ആണ് കേട്ടോ. ആമിച്ചൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു സ്റ്റേജിൽ കയറാൻ വേണ്ടി പോവാണ് ഈ 14-ാം തീയതി. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും എല്ലാം വേണം. കാരണം ആമിച്ചന്റെ ഡാൻസ് നേഴ്സറി ക്ലാസ് അല്ലേ, അപ്പം അവർക്ക് കേറാനുള്ള ഒരു ഇത് കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ. പിന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, സ്റ്റെപ്പൊക്കെ കളിക്കുന്നുണ്ട്. പക്ഷെ അത് സ്റ്റേജ് ചെല്ലുമ്പോ എങ്ങനെ അറിയില്ല. പക്ഷെ നമുക്ക് അതൊന്നും പ്രോബ്ലം അല്ല. അതൊരു ആദ്യത്തെ ഒരു സ്റ്റേജ് ആണ്. അപ്പൊ അതിൽ അവൾ എന്തും ചെയ്തോട്ടെ, ആ ഒരു അവിടെ നിന്നാണ് എല്ലാത്തിനും തുടക്കം. അതെ, ദൈവം അനുഗ്രഹിച്ച ആ ഒരു മൊമെന്റിൽ നമുക്ക് ഇവിടെ പങ്കെടുക്കാൻ പറ്റിയാൽ മതി എന്നേ ഉള്ളൂ. കാരണം ചിറ്റാമ്മയുടെ ഹോസ്പിറ്റലിൽ ആണെങ്കിൽ അന്നേരം അങ്ങനെ ഒരു ഇത്. അപ്പം ഉടനെ കാണില്ലെന്ന് വിചാരിക്കുന്നു. കാണാൻ എനിക്ക് എല്ലാവർക്കും ഇപ്പൊ ഡേറ്റ് ഓരോരുത്തർക്കും കൊടുത്തിട്ടുണ്ട് സർജറി ആയിട്ട് വന്നാല്. ഹോസ്പിറ്റലിൽ ഒരുപാട് സർജറീസ് വരുന്നുണ്ട്. അതെ അതെ. അപ്പം ഇങ്ങനെ കുറച്ച് വിശേഷങ്ങൾ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ആ ഫ്രണ്ടില് നിങ്ങൾ കണ്ടല്ലോ അവളുമാരുടെ കളിയും ചിരിയല്ല, നല്ല രസമാണ് കേട്ടോ ഇത് കേട്ടോണ്ടിരിക്കുക എന്നുള്ളത്. നമ്മളിപ്പോ ഇത്തിരി ടെൻഷനിലെ കാര്യങ്ങളാ പോകുന്നെങ്കിലും ഇവളുമാരുടെ പരിപാടി കാരണം നമ്മുടെ ഇവിടെ എല്ലാവരും ഹാപ്പിയാണ് കേട്ടോ മൊത്തത്തിൽ. കാരണം അത് ഭയങ്കര രസമാണ് രണ്ടും. നിങ്ങൾ ഈ വീഡിയോ എന്ത് കാണുന്നോ സെയിം സാധനമാണ് ഇവിടെ കിടന്നത്. ഇത് അതിനപ്പുറമാണ് എന്ന് അർത്ഥത്തില്ല. ഇത് തന്നെ കേട്ടോ. പിന്നെ ഷോർട്സ് അവൾമാരാണ് നമ്മളെ കൊണ്ട് കൂടുതൽ ചെയ്യിപ്പിക്കുന്നത്. ആമി വരുമ്പോഴേ പറയും എന്തോ സർപ്രൈസ് ആയിട്ട് ഞങ്ങൾ കണ്ണടച്ചിരിക്കുക. പല്ലിക്കാട്ടമല്ലോ, എലിക്കാട്ടാണ്. നോക്കട്ടെ, എനിക്ക് പേടി. അതിനകത്ത് എന്താ ഇരിക്കുന്നേ? കല്ലിയോ എന്തോ എന്തോ കല്ലോ കല്ലല്ല ദൈവമേ. പേപ്പറില് മിറ്റല് പുറത്തുനിന്ന് പോയിട്ട് വാരിക്കൊണ്ട് സർപ്രൈസ് ആയിട്ടുണ്ടെന്നാണ് എന്റെ ദൈവമേ. ഓ ശരി ശരി എല്ലാവർക്കും പ്രാർത്ഥിക്കണം എന്ന് പറ. ഡാൻസ് കളിക്കാൻ പോവാന്ന് പറ 14-ാം തീയതി. മോന്റെ ആനുവൽ ഡേ എന്ന് പറയുന്നത് ഡാൻസ് ഉണ്ടെന്ന് പറയാം. എന്റെ ഡാൻസ് ഉണ്ട്, ചിറ്റേക്കലയ്യാവേ ഉണ്ടെന്ന് പറയാം. അതൊന്നും എന്റെ ഡാൻസ് ഉണ്ട്, ചിറ്റേക്കലയ്യാവേ നാളെ അല്ല 14-ാം തീയതി. എല്ലാരും പ്രാർത്ഥിക്കണേന്ന് ഞാൻ സ്റ്റെപ്പൊക്കെ മറന്നു പോകാതിരിക്കും. എല്ലാരും പ്രാർത്ഥിക്കണേന്ന്. അയ്യോ അച്ഛൻ മോന് സർപ്രൈസ് തന്നില്ലായിരുന്നു ഇന്നലെ. ഇന്നലെ സ്കൂളിൽ നിന്ന് വന്നപ്പോ എന്തുവായിരുന്നു എന്താ മേടിച്ചു തന്നേ? ഇന്നലെ സ്കൂട്ടറിൽ പോകാൻ ഹെൽമെറ്റ് എന്തിയാ മോന്റെ? അതിനകത്ത് വെച്ചേക്കാം. ഇന്നലെ ഒരു ഹെൽമെറ്റ് ഒക്കെ മേടിച്ചു കേട്ടോ ഞങ്ങൾ കച്ചിക്ക്. കൂട്ടറിനകത്തുണ്ട് സൂപ്പർ ക്യൂട്ട് പിങ്ക് ഹെൽമെറ്റ് മേടിച്ചല്ലേ നമ്മള്. പിങ്ക് നൈറ്റ് ഇടുമ്പോണ്ട്. ആ അതിന്റെ കളർ ഇന്നലെ ഉണ്ടല്ലോ. ഇന്നലെ ഫോണില് കുഞ്ചൂസിന് നെറ്റ് കിട്ടുന്നില്ല. അതൊക്കെ ഇവിടെ എന്റെ അടുത്ത് പറയാ അപ്പൂച്ച കണക്ഷൻ ഓണാക്കാൻ, ഹോട്ട്സ്പോട്ടേ കണക്ഷൻ ഓണാക്കാനായിട്ട്. ഇതൊക്കെ ആ ശരി ഓക്കെ. സ്കൂളിൽ പോയിട്ട് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അത് ഓരോ കാര്യങ്ങൾ എവിടെയെന്ന് പഠിക്കുന്നുണ്ട്. എല്ലാത്തിലും നല്ല കോൺസെൻട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എല്ലാം അവളും കാരണം നമ്മുടെ എല്ലാ കാര്യങ്ങളും പോകുന്നുണ്ടല്ലോ, പഠിക്കുന്നുണ്ട്, വീഡിയോസ് പോകുന്നുണ്ട്. എന്നെ മോനെ കൊണ്ട് കളഞ്ഞു.
ആ ശരി ശരി. പിന്നെ ഇവക്ക് വാശി ഒന്നും ഇല്ല കേട്ടോ. ലച്ചുകുട്ടിയാണ് ഇത്തിരി വാശിക്കാരി ഇപ്പൊ. അതെ അതെ, പ്രായമായി വരുന്നോണ്ടാന്ന് തോന്നുന്നു. പിന്നെ മൂത്തവരാണല്ലോ എപ്പോഴും എല്ലാ കാര്യത്തിനും കോംപ്രമൈസ് ചെയ്യുന്നത്. അവരാ കോംപ്രമൈസ് ചെയ്ത് കൊടുക്കും ഇളയതുങ്ങൾക്ക് വേണ്ടിയിട്ട്. അതാ ദൈവമായിട്ട് തരുന്നൊരു കഴിവാണ്. നമ്മളെല്ലാം മൂത്തവരില്ലേ, അതൊരു കഴിവാണ്. ദൈവം അങ്ങനെ ഒരു സാക്രിഫൈസ് അല്ലേ. അപ്പൊ അതാ നിന്റെ കാര്യമല്ല, ഇവളുടെ കാര്യമല്ല കേട്ടോ. ഇവളുടെ കാര്യം ഞാൻ എനിക്ക് മെൻഷൻ ചെയ്യട്ടേ ഇല്ല. എന്റെയും ആമിച്ചിന്റെയും കാര്യമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ടാറ്റ കേട്ടോ. പ്രാർത്ഥിക്കുക എല്ലാവരും. നമ്മളെല്ലാവരും ഹാപ്പി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. കാരണം വേറെ ടെസ്റ്റുകളിലൊന്നും വേറെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഇല്ല. തൈറോയിഡിന്റെ ആ ഒരു പ്രശ്നം